നമസ്കാരം. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കാത്ത ദേഷ്യത്തിന് 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ തീരുവ കൂട്ടുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് അത് കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യയെക്കാളും വാങ്ങിക്കുന്ന ചൈനയ്ക്കും ഇന്ത്യക്കും ട്രംപിന്റെ കണക്ക് പുസ്തകത്തിൽ 2 നീതി. റഷ്യയെ വാണിജ്യപരമായി ആശ്രയിക്കുന്ന അമേരിക്കയ്ക്ക് അത് തുടരുന്നതിന് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ഇന്ത്യക്ക് പാടില്ല. അതെന്ത് ന്യായമാണ് ട്രംപേ? കുറച്ചെങ്കിലും മാന്യത കാണിക്കണമെന്ന് ട്രംപിനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ട്രംപിന് എന്ത് ബോധം, എന്ത് വിവരം? ട്രംപിന് എപ്പോഴും താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് തന്നെ. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഭിന്നതയും വാക്കുതർക്കവും രൂക്ഷമായിരിക്കുകയാണ്. യുക്രൈനിൽ അധിനിവേശം നടത്തുന്ന റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം. ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചുമത്തിയ 25% തീരുവയ്ക്ക് പുറമെ വീണ്ടും താരിഫ് വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഉക്രൈനിൽ കൊല്ലപ്പെടുന്ന ആളുകളെ കുറിച്ച് ഇന്ത്യക്ക് യാതൊരു ആശങ്കയുമില്ല എന്നായിരുന്നു ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. എന്നാൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് തെളിവ് സഹിതം നിരത്തിയാണ് ഇപ്പോൾ ഇന്ത്യ പ്രതിരോധിക്കുന്നത്. റഷ്യ യുക്രൈനിൽ യുദ്ധം ആരംഭിച്ച ശേഷവും അമേരിക്ക കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള സാധനങ്ങളാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യം കണക്കാക്കുമ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതി കുറവാണെന്നും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഈ വിഷയത്തിൽ ഇന്ത്യയെ പിന്തുണച്ച് റഷ്യ തന്നെ നേരിട്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. വ്യാപാര പങ്കാളികളെ തീരുമാനിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് എന്നാണ് റഷ്യൻ ഭരണകൂടത്തിന്റെ വക്താവ് അമേരിക്കയെ വിമർശിച്ച് പറഞ്ഞത്. റഷ്യയിൽ നിന്ന് അമേരിക്ക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ട്രംപ് പറഞ്ഞ മറുപടിയും ശ്രദ്ധേയമായിരുന്നു. റഷ്യൻ ഇറക്കുമതിയെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലേ എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ ട്രംപ് സ്വീകരിച്ചത്. വിവാദത്തിനിടെ ഇന്ത്യയാണോ അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമാണോ റഷ്യയിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതെന്ന കണക്കുകളും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടു. റഷ്യയിൽ നിന്നുള്ള ഊർജവും ദ്രവീകൃത പ്രകൃതിവാതകവും സമ്പുഷ്ടീകരിച്ച യുറേനിയവും ഉൾപ്പെടെ കോടിക്കണക്കിന് യൂറോയും US ഡോളറും വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വാങ്ങുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2024 യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായി 67.5 ബില്യൺ യൂറോയുടെ ഉഭയകക്ഷി വ്യാപാരമാണ് നടത്തിയത്. ഇതിനു പുറമെ 2023 സേവന വ്യാപാരം 17.2 ബില്യൺ യൂറോ ആയിരുന്നു. ഇത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തെക്കാളും വളരെ കൂടുതലാണ്. 2024 റഷ്യയിൽ നിന്നുള്ള LNG ഇറക്കുമതി 16.5 മില്യൺ ടണ്ണിലെത്തി. 2022 ഇത് 15.21 മില്യൺ ടണ്ണായിരുന്നു. യൂറോപ്പ് റഷ്യ ഇടപാടിൽ ഊർജം മാത്രമല്ല, വളങ്ങൾ, ഖനന ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, ഇരുമ്പ്, ഉരുക്ക്, യന്ത്ര സാമഗ്രികൾ, ഗതാഗത ഉപകരണങ്ങൾ എന്നിവയും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതേസമയം യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള ഇറക്കുമതി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള ഇറക്കുമതിയുടെ തോത് 86% കുറഞ്ഞിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിനും വാതകത്തിനും ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണിത്. 2025 ആദ്യ പാദത്തിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് ഇറക്കുമതി ചെയ്ത റഷ്യൻ ഉൽപ്പന്നങ്ങൾ 8.74 ബില്യൺ യൂറോയുടേതായിരുന്നു. ഇത് 4 വർഷം മുൻപ് 30.58 ബില്യൺ യൂറോയായിരുന്നു. ക്രൂഡ് ഓയിൽ, നിക്കൽ, പ്രകൃതിവാതകം, വളം, ഇരുമ്പ്, ഉരുക്ക് എന്നിവയാണ് യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതി ചെയ്യുന്നത്. റഷ്യയിൽ നിന്ന് US ഇറക്കുമതിയും മുൻപത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്. 2025 ആദ്യ 6 മാസങ്ങളിൽ 2.5 ബില്യൺ ഡോളറിന്റെ ഇറക്കുമതിയാണ് നടന്നത്. 4 വർഷം മുൻപ് ഇതേ കാലയളവിൽ 14.14 ബില്യൺ ഡോളർ ആയിരുന്നു. രാസവളം, യുറേനിയം, പ്ലൂട്ടോണിയം, പല്ലേഡിയം എന്നിവയാണ് റഷ്യയിൽ നിന്ന് US നിലവിൽ ഇറക്കുമതി ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് എന്തുമാവാമെന്നുള്ള ട്രംപിന്റെ നെറുകേട്. പക്ഷെ ഈ കാണിച്ച നെറുകേടിന് വലിയ വില ട്രംപ് കൊടുക്കേണ്ടി വരുമെന്ന് വരും ദിവസങ്ങളിൽ മോദി കാണിച്ചു കൊടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച